Hi students, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്ററായ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ആദ്യം ആ 2 വീഡിയോസ് പോയി കാണുക, മനസ്സിലാക്കുക. അതിനുശേഷം ഈ വീഡിയോയും കൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യമായി തന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഓക്കെ, നമുക്ക് ഇന്നത്തെ പോർഷൻസിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്ന പോർഷൻ കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെയും കൃഷി. ക്യാൻ വി ഗ്രോ പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ? മണ്ണില്ലാതെ ചെടികൾ വളർത്താനാകുമോ? ഇഫ് സോ, is it possible to overcome the crisis in agriculture like climate change, change in soil texture, lack of irrigation facility, etc.? അങ്ങനെയെങ്കിൽ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ മാറ്റം, മണ്ണിൻ്റെ ഘടനാ വ്യത്യാസം, ജലസേചന സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൂടെ? Science has proved that cultivation is possible in the absence of soil, even though there are limitations to popularize it is a method of cultivation. അപ്പോൾ കൃഷിരീതി എന്ന നിലയിൽ വ്യാപിച്ചിരിക്കുന്ന പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും മണ്ണില്ലാതെയും കൃഷി സാധ്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് മണ്ണില്ലാതെയും വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെയും നമുക്ക് കൃഷി ചെയ്യാമെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. എയ്റോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ് ആർ എക്സാമ്പിൾ ഫോർ ദിസ്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സുമാണ്. ഇൻ ഹൈഡ്രോപോണിക്സ് plants are grown in nutrient solution. ഹൈഡ്രോപോണിക്സിൽ എങ്ങനെയാണ് ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ്, ന്യൂട്രിയൻ്റ് സൊല്യൂഷനിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. In aeroponics, plants are grown in such a way that their roots grow into air and nutrients are sprayed directly on roots. എന്നാൽ എയറോപോണിക്സിൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിലാണ് സസ്യങ്ങളെ വളർത്തിയെടുക്കുന്നത്. പോഷകങ്ങൾ, ന്യൂട്രിയൻസുകൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയ്റോപോണിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും. രണ്ടിൻ്റെയും ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How are modern agricultural practices helpful in reducing crop loss due to climate change? ക്ലൈമറ്റ് ചേഞ്ച് മൂലമുണ്ടാകുന്ന വിളനഷ്ടം, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വിളനഷ്ടം എങ്ങനെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും? മോഡേൺ അഗ്രികൾച്ചറിലൂടെ, ആധുനിക കൃഷി രീതിയിലൂടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന വിളനഷ്ടം എങ്ങനെ കുറയ്ക്കുവാൻ സാധിക്കും? ആൻസർ നമുക്ക് ഇൻ അറേഞ്ച്മെൻറ്റ്സ് ലൈക്ക് പോളി ഹൗസസ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ആർ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ്. പോളി ഹൗസ് ഫാമിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമുക്ക് കോൺസ്റ്റൻ്റായി നിർത്താനായി പറ്റും. പ്ലാന്റ് ഗ്രോസ് ഫാസ്റ്റ് ആൻഡ് ഗെറ്റ്സ് ബെറ്റർ ഈൽഡ്. പ്ലാന്റ്സ് വളരെ പെട്ടെന്ന് വളരുകയും വിള പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോളി ഹൗസ് ഫാമിംഗ് ഹെൽപ്സ് ടു റിഡ്യൂസ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമാറ്റിക് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന വിളനഷ്ടം കുറയ്ക്കുവാൻ പോളി ഹൗസ് ഫാമിംഗ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രിസിഷൻ ഫാമിംഗ്? പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ചാൽ അതിലുണ്ടാകുന്ന മെച്ചങ്ങൾ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ടെക്നിക് ഇൻ വിച്ച് ദ നേച്ചർ ഓഫ് സോയിൽ ഇൻ ദ അഗ്രികൾച്ചറൽ ലാൻഡ്, ക്വാണ്ടിറ്റി ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സോയിൽ, presence of water in the soil, etc. are studied accurately with the help of modern technology and suitable crops are selected for cultivation. അപ്പോൾ ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഘടന, പിന്നാണെങ്കിൽ മണ്ണിൻ്റെ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ,
മണ്ണിലടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ അളവ് എന്നിവയെല്ലാം പരിശോധിച്ചതിന് ശേഷം ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഫലപ്രദമായിട്ടുള്ള ക്രോപ്സുകളെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് കൃഷിരീതി ചെയ്യുന്നതാണ് പ്രിസിഷൻ ഫാമിംഗ്. ദ അറ്റാക്ക് ഓഫ് വീഡ്സ് ഈസ് ഓൾസോ ലെസ് ബിക്കോസ് ദ സോയിൽ ഈസ് കവേർഡ് യൂസിങ് പോളിത്തീൻ ഷീറ്റ്സ്. അപ്പം കീടങ്ങളുടെയും വീഡ്സ്, വിളകളെ ബാധിക്കുന്ന കീടങ്ങളുടെ അറ്റാക്ക് വളരെ കുറവായിരിക്കും. കാരണം മണ്ണിനെ നമ്മൾ പോളിത്തീൻ ഷീറ്റ് കൊണ്ടാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. വാട്ടർ സപ്ലൈ ഓർ ഇറിഗേഷൻ ക്യാൻ ബി ലിമിറ്റഡ്. വാട്ടർ സപ്ലൈ, ജലസേചന സൗകര്യവും പരിമിതപ്പെടുത്താവുന്നതാണ് പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ വാട്ടർ സപ്ലൈയും ഇറിഗേഷൻ ലിമിറ്റേഷനും ഈ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു മെച്ചം കൂടി ആണ്. Third question, how does cultivation become possible without depending on soil? സോയിലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെയാണ് കൾട്ടിവേഷൻ പോസിബിൾ ആവുക? ഇപ്പോൾ നമ്മൾ പഠിച്ചതേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഏതൊക്കെയായിരുന്നു? ഹൈഡ്രോപോണിക്സ് ആൻഡ് എയ്റോപോണിക്സ് ആർ സോയിൽലെസ് കൾട്ടിവേഷൻ മെത്തേഡ്സ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതികളാണ് ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും. പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ്റ് സൊല്യൂഷന്. പോഷകലായനിയിൽ വളരുന്ന സസ്യങ്ങൾ അങ്ങനെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. എന്നാൽ എയ്റോപോണിക്സിൽ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ റൂട്ട്സ് ആർ ഗ്രോൺ ടുവേർഡ്സ് എയർ. വായുവിലേക്ക് വേരുകൾ വളരുകയും വേരുകളിലേക്ക് ന്യൂട്രിയൻ്റ് ലായനികൾ, പോഷക ലായനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് എയ്റോപോണിക്സ്. അപ്പോൾ മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതികളാണ് ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും. In modern agriculture practices, hybrids are used to ensure productivity. ഉൽപാദന വർധനവ് ഉറപ്പുവരുത്തുന്നതിനായി സങ്കര ഇനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ് ആധുനിക കൃഷിരീതി. There are also arguments in support of a return of traditional agricultural practices because it is beneficial to nature and humans. ആധുനിക കൃഷിരീതികൾക്ക് പല പരിമിതികളുണ്ടെങ്കിലും പരമ്പരാഗത കൃഷിരീതിയിലേക്ക് മടങ്ങുന്നതാണ് പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമെന്നുള്ള വാദങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇൻ ട്രഡീഷണൽ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഇൻഡിജിനസ് വെറൈറ്റീസ് ആർ യൂസ്ഡ്. പരമ്പരാഗത കൃഷിരീതിയിൽ ഉപയോഗിച്ചിരുന്നത് നാടൻ ഇനങ്ങളായിരുന്നു. It is essential to retain indigenous varieties when many hybrid varieties are available. Note down your opinion. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻഡിജിനസ് വെറൈറ്റികൾ വരേണ്ടത് അത്യാവശ്യമാണോ? പലതരത്തിലുള്ള സങ്കരയിനങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ അതിലേക്ക് ഇൻഡിജിനസ് വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ ഇനങ്ങൾ വരേണ്ടത് എസെൻഷ്യൽ, അത്യാവശ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ചെക്ക് ദ വാലിഡിറ്റി ഓഫ് യുവർ ഒപ്പീനിയൻ. കളക്ട് മോർ ഇൻഫർമേഷൻസ് ഓൺ ദിസ് ടോപ്പിക് ആൻഡ് ഓർഗനൈസ് എ ഡിബേറ്റ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഒരു സംവാദം ക്ലാസ്സിൽ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നേറ്റീവ് വെറൈറ്റീസ് ഫോർ ടുമോറോ. നാളേക്ക് വേണം നാട്ടിനങ്ങൾ. ഇൻഡിജിനസ് വെറൈറ്റീസ് ഓഫ് എ ലൊക്കാലിറ്റി ആർ വെറൈറ്റീസ് ദാറ്റ് അക്വയർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൈ അഡാപ്റ്റിംഗ് ടു ദ ക്ലൈമറ്റ്, ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, സോയിൽ ടെക്സ്ചർ ഓഫ് ദാറ്റ് പ്ലേസ് എക്സെട്ര. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത, മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലനങ്ങൾ ആർജിച്ച് പ്രകൃത്യാ പ്രതിരോധശേഷി നേടി നിലനിൽക്കുന്നവയാണ് ആ പ്രദേശത്തെ നാടൻ ഇനങ്ങൾ എന്നറിയപ്പെടുന്നത്. We had many cattle varieties of high disease resistance and low cost of management, though they were less productive. We also had crops of diverse taste and nutrients. ഉയർന്ന പ്രതിരോധശേഷിയുള്ളവയും എന്നാൽ പരിചരണച്ചെലവ് കുറഞ്ഞതുമായ നാടൻ കന്നുകാലി ഇനങ്ങളും വൈവിധ്യമാർന്ന രുചികളും പോഷകങ്ങളും നൽകുന്ന വിളകളും നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. എന്നാൽ many indigenous tuber crops are disappearing today. ഇന്ന് എന്താണ്? മധുരമുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ വരെ ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു.
ഡിസോറ, കാച്ചിൽ, ടാരോ, arrowroot, കൂവ എക്സെട്ര ഹാവ് ബീൻ എലിമിനേറ്റഡ് ഫ്രം അവർ ഡയറ്റ്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കാച്ചിൽ, കൂവക്കിഴങ്ങ് അങ്ങനെയുള്ളവയെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്നു. We must realize that though the extension of these food crops that are rich in nutrients and easy to cultivate, we are losing invaluable treasure. അപ്പോൾ എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ ഭക്ഷ്യവിളകൾ വംശമറ്റു പോകുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സമ്പത്താണ് ഇല്ലാതാകുന്നതെന്ന് നാം തിരിച്ചറിയണം. Extension of indigenous varieties causes depletion of our biological wealth. നാടനിലങ്ങൾ വംശമറ്റു പോകുന്നത് നമ്മുടെ ജൈവസമ്പത്തിൻ്റെ ശോഷണത്തിന് കാരണമാകുന്നു. We can develop new high quality varieties only from indigenous varieties that can survive the challenge of adverse climatic conditions. പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന തനത് ഇനങ്ങളിൽ നിന്നു മാത്രമേ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനായി പറ്റുകയുള്ളൂ. We must not ignore the reality that these valuable resources cannot be regained if lost once. ഈ സമ്പത്ത് നമ്മൾ ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാനാവില്ല എന്ന കേവല യാഥാർത്ഥ്യം കൂടി നാം വിസ്മരിച്ചുകൂടാ. പറഞ്ഞു വരുന്നത് നമ്മുടെ തനതായ നാടൻ ഇനങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. Agriculture should be a means for farmers to lead a life without hurdles. കർഷകർക്ക് ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധി കൂടിയാവണം കൃഷി. One of the crises faced by farmers is the fall in price of products and exploitation by middlemen. ഇന്ന് കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും ഇടനിലക്കാരുടെ ചൂഷണവും. How can this be overcome? ഇതിനെ എങ്ങനെ മറികടക്കാം? ഡിസ്കസ് ആൻഡ് ഫോർമുലേറ്റ് ആൻ ഒപ്പീനിയൻ. ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ രൂപീകരിക്കുക. അപ്പോൾ നമ്മളിനിയും സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻസ് ആണ് നോക്കുന്നത്. താങ്ങാവുന്ന കൂട്ടായ്മകൾ. അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഫാമേഴ്സ് ടു മാർക്കറ്റ് ദെയർ പ്രോഡക്ട്സ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മീഡിയേറ്റേഴ്സ് ആർ ഓൺ ദ റൈസ് ദീസ് ഡേയ്സ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കുവാനും വാങ്ങുവാനുമുള്ള സൗകര്യങ്ങൾ ഇന്ന് ഉണ്ട്. The facilities for storage of items such as pepper, coconut, arecanut, rice, vegetables, etc. is also ensured along with the marketing facilities. കുരുമുളക്, നാളികേരം, അടയ്ക്ക, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ വിഭവങ്ങൾ സംഭരിക്കുവാനുള്ള സൗകര്യവും വിപണിയോടൊപ്പം ഒരുക്കുന്നുണ്ട്. They can sell such stored products when prices are high in the market and the market profit. Loans at low interest rates are also made available to them. അപ്പോൾ വില ലഭിക്കുന്ന അവസരം നോക്കി സംഭരിക്കുന്ന വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി കർഷകന് ഉയർന്ന വില ലഭ്യത ഉറപ്പുവരുത്തുകയും കൃഷി ഇറക്കാൻ കുറഞ്ഞ പലിശയിൽ വായ്പകൾ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സഹായങ്ങളൊക്കെ കർഷകർക്ക് സപ്പോർട്ട് ചെയ്യുന്നവയാണ്. ഇനി ഓർഗനൈസേഷൻ ഓൺലൈൻ ടൂള്. കൂട്ടായ്മകൾ ഓൺലൈൻ രീതിയിലുമുണ്ട്. With the rise in demand for organic products, online organizations of farmers are gaining importance. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കൂടിയതോടെ കർഷകരുടെ ഓൺലൈൻ കൂട്ടായ്മകൾ വ്യാപകമായി തുടങ്ങി. These organizations help in identify customers for their quality organic products and ensure higher prices. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരെ കണ്ടെത്താനും ഉയർന്ന വില ലഭ്യമാക്കുവാനും ഓൺലൈൻ കൂട്ടായ്മകൾ സഹായകമാകുന്നു. Thus, modern media opens up not only a wide window for marketing but also possibilities to share knowledge and experience. വിപണനം മാത്രമല്ല, അറിവും അനുഭവവും പങ്കുവയ്ക്കുവാനും അനന്തമായ സാധ്യതകളാണ് നവമാധ്യമങ്ങൾ തുറന്നു തരുന്നത്. Is it not sufficient to make agriculture productive and sustainable? കാർഷിക മേഖലയെ ആദായകരമായും സുസ്ഥിരമായും എങ്ങനെ നിലനിർത്താനാകുമെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം കാര്യമായില്ല. One should realize that agriculture is not the sole responsibility of farmers. കൃഷി കർഷകരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ള മനോഭാവം മാറണം.
People working in other field must also try to engage in agriculture in a limited way at least. വളരെ കുറഞ്ഞ പരിമിതിയിലെങ്കിലും മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരും കൃഷിയിൽ വ്യാപൃതരാവാനായി ശ്രമിക്കണം. The concept of agriculture for all in society is relevant here. എല്ലാവരും കൃഷി ചെയ്യുന്ന സമൂഹം എന്ന ആശയം ഇന്ന് ഏറെ പ്രസക്തമാണ്. ഈസ് ദിസ് കൺസെപ്റ്റ് പ്രാക്ടിക്കബിൾ? ഇത് പ്രാക്ടിക്കബിൾ ആണോ, പ്രായോഗികമാണോ? ഡു വി ഹാവ് ഇനഫ് ടൈം ടു സ്പെൻഡ് ഓൺ കൾട്ടിവേഷൻ ഇൻ ദ മിഡസ്റ്റ് ഓഫ് ദ ബിസി ലൈഫ്? നിങ്ങളുടെ ബിസി ലൈഫിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യുവാനുള്ള ടൈം കിട്ടാറുണ്ടോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നൊരു സമൂഹം എന്ന ആശയം സാധ്യമാണോ എന്ന് നമ്മളെടുത്ത് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണമേന്മയുള്ള ആഹാര സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ടല്ലേ. അപ്പോൾ സമൂഹത്തിലെ ഓരോ അംഗങ്ങളും കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യണമെന്നാണ് നമുക്ക് ഉള്ള അഭിപ്രായം. അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അടുത്തതായി നൽകിയിരിക്കുന്നത് ഒരു കർഷകൻ്റെ ഡയറി കുറിപ്പാണ്. സമയപരിധി മൂലം നമ്മൾ ആ ഡയറി വായിക്കുന്നില്ല. ഡയറി നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് തൊട്ട് താഴെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഡു യു തിങ്ക് ദാറ്റ് ദ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഓഫ് ദ ഫാർമർ ഈസ് സയൻറ്റിഫിക്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കർഷകരുടെ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ശാസ്ത്രീയമാണെന്ന്? വാട്ട് ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ്? റീഡ് ദ ഫോളോയിങ് നോട്ട്. എന്താണ് സയൻറ്റിഫിക് മെത്തേഡ്? നമുക്ക് നോക്കാം. ദ സയൻറ്റിഫിക് മെത്തേഡ് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം, കളക്ടിങ് ഇൻഫർമേഷൻസ് ത്രൂ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ എക്സെട്ര, analysis of collected information, formulation of proper inference, and important of the inference through continuous enquiry. പ്രശ്നം തിരിച്ചറിയുക, നിരീക്ഷണം, പരീക്ഷണം തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുക, ശരിയായ നിഗമനം രൂപീകരിക്കുക, നിരന്തര അന്വേഷണത്തിലൂടെ നിഗമനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. സയൻറ്റിസ്റ്റ് ഫോളോ ദിസ് മെത്തേഡ്. ഈ രീതിയാണ് ശാസ്ത്രജ്ഞന്മാർ പിന്തുടരുന്നത്. സയൻസ് ഈസ് എ മീൻസ് ടു സോൾവ് പ്രോബ്ലംസ് ബൈ അപ്ലൈയിങ് അക്വയർഡ് നോളജ് ആസ് വെൽ ആസ് ടു ക്രിയേറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ. നേടിയ അറിവുകൾ പ്രയോഗിച്ച് പ്രശ്നം പരിഹരിക്കാനും മെച്ചപ്പെട്ട ഭാവി സൃഷ്ടിക്കാനുമുള്ള ഒരു ഉപാധിയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. Does the diary note of the farmer contain the elements of the scientific method like identifying the problem, observation, experimentation, collection of information, etc.? Examine. നമ്മൾ നമുക്ക് ആ ബുക്കിൽ തന്നിട്ടുള്ള ഡയറി വായിക്കുമ്പോൾ ഈ പറഞ്ഞ സയൻറ്റിഫിക് മെത്തേഡുകളെല്ലാം ആ കർഷകൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ അതൊന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The farmer is one who applies the scientific method. Isn't it clear now that a real farmer is in fact a scientist? അപ്പോൾ നമുക്ക് മനസ്സിലായി റിയൽ ഫാർമർ അതായത് ഒരു യഥാർത്ഥ കർഷകൻ തന്നെയാണ് ഒരു ശാസ്ത്രജ്ഞനായിട്ടെന്നാൽ നമുക്ക് മനസ്സിലായി. These scientists are the ones who sustain a society. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരാണ്, കർഷകരെന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ് നമ്മുടെ സൊസൈറ്റിയെ നിലനിർത്തുന്നത്. പീപ്പിൾ ഹൂ ഡിസേർവ് റെക്കഗ്നൈസേഷൻ മോർ ദാൻ എനി അതേഴ്സ്. മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ടത് ഇവരാണ്. വൈൽ ഈറ്റിംഗ് ഡു വി റീകളക്ട് ദാറ്റ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഹാർഡ് വർക്ക് ഓഫ് എ ഫാർമർ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഈ കഴിക്കുന്ന ആഹാരം കർഷകരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? ദ നമ്പർ ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ഐദർ ഇൻഡിവിജ്വലി ഓർ ഇൻ ഗ്രൂപ്പ്സ് ഈസ് ഇൻക്രീസിങ്. ചിലർ കൂട്ടമായി കൃഷി ചെയ്യാറുണ്ട്, ചിലർ ഒറ്റയ്ക്ക് കൃഷി ചെയ്യാറുണ്ട്. ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഈസ് ദ അവെയർനെസ് ഓഫ് ദ നീഡ് ഓഫ് ഫ്രഷ് പ്യുവർ ഫുഡ്. അപ്പോൾ ഇതിനൊക്കെ കാരണം അവർക്ക് തന്നെ മനസ്സിലായി നല്ല ഭക്ഷണം, നല്ല വിളവുകൾ ലഭിക്കണമെങ്കിൽ, പ്യുവറായിട്ടുള്ള ഫുഡ് ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ താനെ കൃഷി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആർ ദെയർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സച്ച് ആസ് സൺഡേ ഫാമിംഗ്, ഫാമിലി ഫാമിംഗ് എക്സെട്ര ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെയൊക്കെ ലൊക്കാലിറ്റികളിൽ സൺഡേ ഫാമിംഗ് അല്ലെങ്കിൽ ഫാമിലി ഫാമിംഗ് എന്ന രീതിയിലുള്ള കൃഷി രീതികളൊക്കെ ഉണ്ടോ?
വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ്? ഇതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സൺഡേ ഫാമിംഗ് ഓർ ഫാമിലി ഫാമിംഗ്. കൂട്ടമായി ഫാമിലിയോടൊപ്പം കുടുംബ കൃഷി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂട്ടിലൈസേഷൻ ഓഫ് ബാരൻ ലാൻഡ്. തരിശു ഭൂമികൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പെസ്റ്റിസൈഡ്സ് ഫ്രീ ഫുഡ്. കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നു. എക്സസൈസ് ഫോർ ദ ബോഡി. ഈ കുഴിക്കുകയും മണ്ണെടുക്കുകയും അപ്പോൾ ചെയ്യുന്നത് മൂലം നമ്മൾ എക്സസൈസ് ബോഡിക്ക് ഉണ്ടാവുന്നു. റീക്രിയേഷൻ. ഉല്ലാസം ഉണ്ടാവുന്നു. എല്ലാവരുടെയും കൂടെ നല്ല എൻ്റർടൈൻ ആയിട്ട് നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നു. ലെസ് ഫാമിലി എക്സ്പെൻസ്. ഫാമിലിയുടെ ചിലവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത്രയുമാണ് സൺഡേ ഫാമിങ്, ഫാമിലി ഫാമിങ് എന്നിവയിലൂടെയുള്ള മെച്ചങ്ങളെന്ന് പറയുന്നത്. There are many people today who wish to set up their own vegetable garden after realizing the seriousness of health problems caused by food items that contain pesticides. ഭക്ഷണത്തിൽ കലർത്തി വരുന്ന കീടനാശിനികളുടെയൊക്കെ അമിത ഉപയോഗത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കുറേ വ്യക്തികൾ, കുറേ ആൾക്കാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്വന്തമായി കൃഷി ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട്. വാട്ട് ആർ ദ മെയിൻ ഒബ്സ്റ്റക്കിൾസ് ഇൻ ദെയർ വേ? അപ്പോൾ അത്തരത്തിൽ സ്വയമായി കുടുംബകൃഷിയോ അങ്ങനെ സ്വയം വെജിറ്റബിൾ ഗാർഡൻസ് ഉണ്ടാക്കാൻ പോകുന്നവർക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വെജിറ്റബിൾ ഗാർഡൻ വേണം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആ വ്യക്തി എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വരാനുള്ള തടസ്സങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് സ്പേസ്. സ്ഥലപരിമിതി ചിലപ്പോൾ ഉണ്ടായിരിക്കും. അവൈലബിലിറ്റി ഓഫ് സീഡ്. വിത്തുകൾ ശരിയായ രീതിയിൽ ലഭിക്കത്തില്ലായിരിക്കും. ഇഗ്നോറൻസ് ഓഫ് നർച്ചറിങ്. എങ്ങനെ പരിപാലിക്കണമെന്നുള്ള അറിവ് ഇല്ലായിരിക്കും. എക്കണോമിക് പ്രോബ്ലം. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പുതിയ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എക്സാമിൻ ദ പിക്ചേഴ്സ് ആൻഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊളാഷ്. Analyze the possibilities to overcome the above said limitations. ആ കൊളാഷിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശേഷം ഈ ലിമിറ്റേഷൻസിനെ, ഈ പരിമിതികളെയൊക്കെ നമുക്ക് മറികടക്കാനുള്ള എന്തൊക്കെ സൊല്യൂഷൻസ്, സാധ്യതകൾ, പോസിബിലിറ്റീസ് ആണ് ഉള്ളത്, എങ്ങനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പരിമിതികൾ നമുക്ക് മാറ്റിയെടുക്കാം. ഒന്നാമത്തേത് ടെറസ് കൾട്ടിവേഷന്. എത്രയോ വീടുകളിൽ ടെറസിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ ടെറസ് കൾട്ടിവേഷൻ. പിന്നെ ബാഗ് കൾട്ടിവേഷൻ, ഗ്രോ ബാഗിനകത്ത് വളർത്തി കൃഷി ചെയ്യുന്നു. പിന്നെ വെർട്ടിക്കൽ കൾട്ടിവേഷൻ. ആ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ ചിത്രം കണ്ടോ, അതേ രീതിയിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്നു. പിന്നെ ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആർ അവൈലബിൾ ഫ്രം കൃഷിഭവന്. കൃഷിഭവനിൽ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നല്ല വിത്തിനങ്ങൾ ലഭ്യമാകും. അപ്പോൾ ഈ ഗ്രോ ബാഗ് കൾട്ടിവേഷന്, ടെറസ് കൾട്ടിവേഷന്, വെർട്ടിക്കൽ കൾട്ടിവേഷന് ഇവയിലൂടെയൊക്കെ മേൽപ്പറഞ്ഞ പരിമിതികൾ നമുക്ക് മാറ്റാവുന്നതാണ്. There are many institutions which make available facilities for agriculture. പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. The government plans and implements many projects to promote agriculture. ഗവൺമെൻറ് പദ്ധതികളും കൃഷിയെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ചില പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. Awards are instituted in order to encourage youngsters to agriculture and to recognize outstanding skill. പലതരത്തിലുള്ള കൃഷിപരമായിട്ടുള്ള അവാർഡുകൾ ഏർപ്പെടുത്തുന്നുണ്ട് യങ്സ്റ്റേഴ്സിനെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട്. കളക്ട് മോർ ഇൻഫർമേഷൻസ് ഓൺ ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് ദ പോസിബിലിറ്റീസ് ടു ഓവർകം സം ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ആഡിങ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്. താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ? ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് കൂട്ടിച്ചേർത്ത്. നമുക്ക് എങ്ങനെയാണ് ആ ടേബിൾ പൂർത്തീകരിക്കുന്നതെന്ന് നോക്കാം. പ്രതിസന്ധിയാണ് ഫസ്റ്റ് കോളം. അതിനുശേഷം അതിൻ്റെ പോസിബിലിറ്റീസ് ടു ഓവർകം. ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാം. ഒന്നാമത്തേത് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ നമ്മൾ പഠിച്ചു. പോളി ഹൗസ് ഫാമിങ്ങിലൂടെയും ഹൈഡ്രോപോണിക്സിലൂടെയും ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് മറികടക്കാം. രണ്ടാമത്തേത് എൻവയോൺമെൻറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലം. ഹെൽത്തിനും എൻവയോൺമെൻറ്റിനും വരുത്തുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം. ഏതൊക്കെ പോസിബിലിറ്റികളായിരുന്നു ഒന്ന് ആലോചിച്ചേ.
സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിക്കുക, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് വേസ്റ്റ് ഡിസ്പോസൽ. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം എങ്ങനെ നമുക്ക് ആ ക്രൈസിസ് എങ്ങനെ മാറ്റിയെടുക്കാം? സസ്റ്റൈനബിൾ അഗ്രികൾച്ചറും ഗ്രൂപ്പ് ഫാമിങ്ങിലൂടെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ക്രൈസിസ് മറികടക്കാം. നെക്സ്റ്റ് ക്രോപ്പ് ലോസ്, ഏത് പോസിബിലിറ്റി ആയിരുന്നു? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റും സോയിൽ ടെസ്റ്റിങ്ങും. ലാക്ക് ഓഫ് സ്പേസ്, ശ്രദ്ധിച്ചേ, ലാക്ക് ഓഫ് സ്പേസ്, സ്ഥലപരിമിതി. അപ്പം നമുക്ക് ഏത് രീതി ചെയ്താൽ മതി അത് മറികടക്കാൻ? ടെറസ് ഫാമിങ്ങും ഗ്രോ ബാഗ് കൾട്ടിവേഷനും മതി. പിന്നെ ഫോൾ ഇൻ പ്രൈസ്, ഏത് പോസിബിലിറ്റിയാണ് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട്? മാർക്കറ്റിംഗ് ത്രൂ ഓർഗനൈസേഷൻ, സ്ഥാപനങ്ങളിലൂടെ നമ്മൾ കച്ചവടം നടത്തുക. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. Many issues are yet to be discussed. You have the knowledge and experiences related to the topic of previous classes. Organize a seminar in the class collecting more information from farmers, research institutions and the media. Let us also do all that we can to fulfill the concept agriculture for all in society. Do not forget to prepare a diary note while you engage in agriculture. Exchange the diary notes amongst yourselves and publish them as a volume. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അവസാനം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു സൊസൈറ്റി എന്ന ഒരാശയത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഗ്രികൾച്ചർ ചെയ്യുന്ന രീതിയുടെ ഡയറി നോട്ട്സുകൾ എഴുതുക, അതൊരു വോളിയമായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാനുള്ളവർ ആദ്യം അത് തന്നെ പോയി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കാണാം. അതിനു മുമ്പ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ചാനൽ ഇഷ്ടമായെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.